ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വലയുന്ന കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി മനുഷ്യരുണ്ട്. അവരിൽ തന്നെ ഗർഭിണികളായ സ്ത്രീകളുടെ ദുരവസ്ഥ വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ദി യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഗസയിൽ ഏകദേശം 50,000 ഗർഭിണികളുണ്ട്. ഇവരിൽ 80-ലധികം പേർ പ്രതിദിനം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട്. ഗസയിലെ ഈ ദുരവസ്ഥയിലേക്ക് പിറന്നുവീണ 4 ഇരട്ടക്കുട്ടികളാണ് ടിയ, ലിൻ, യാസർ, മുഹമ്മദ് എന്നീ കുഞ്ഞുങ്ങൾ. 28-കാരിയായ ഇമാൻ അൽ മസ്രി കഴിഞ്ഞ ഡിസംബർ 18-നാണ് മാസം തികയാതെ തന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. യുദ്ധത്തിലെ തകർന്ന പലസ്തീൻ പ്രദേശത്തിന്റെ വടക്കുഭാഗത്തുള്ള തന്റെ വീട്ടിൽ നിന്ന് മൈലുകൾ അകലെയുള്ള തെക്കൻ ഗസയിലെ ആശുപത്രിയിലാണ് ഇമാൻ എന്ന യുവതി 4 ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകുന്നത്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണം നടന്നതോടെ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ നിന്നും രക്ഷ നേടാൻ ഗർഭിണിയായിരുന്ന ഇമാൻ തന്റെ മറ്റ് 3 കുട്ടികളുമായി കാൽനടയായി ബെയ്ത് ഹനൂനിലെ കുടുംബ വീട്ടിൽ നിന്ന് പലായനം ചെയ്തു. അന്ന് ജബലിയ അഭയാർത്ഥി ക്യാമ്പ് വരെ എത്തുന്നതിന് 6 മാസം ഗർഭിണിയായിരുന്ന ഇമാൻ നടന്നത് 5 കിലോമീറ്റർ ദൂരമാണ്. തന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി അന്ന് വലിയ ദൂരം നടക്കേണ്ടതായി വന്നു. അത് എന്റെ ഗർഭധാരണത്തെ ബാധിച്ചു, ഇമാൻ പറയുന്നു. 28-കാരിയായ ഇമാൻ തന്റെ 7-ാം മാസത്തിന്റെ തുടക്കത്തിൽ ഡിസംബർ 18-ന് സിസേറിയനിലൂടെയാണ് ടിയ, ലിൻ എന്ന 2 പെൺകുട്ടികൾക്കും യാസർ, മുഹമ്മദ് എന്ന 2 ആൺകുഞ്ഞുങ്ങൾക്കും ജന്മം നൽകുന്നത്. എന്നാൽ പ്രസവം നടന്ന് വൈകാതെ തന്നെ തന്റെ കുഞ്ഞുങ്ങളുമായി ആശുപത്രി വിടണമെന്ന് അവർക്ക് നിർദ്ദേശം കിട്ടിയിരുന്നു. യുദ്ധത്തിൽ അഭയം പ്രാപിക്കുന്ന രോഗികൾ മൂലം ഗസയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നത് തന്നെയായിരുന്നു അതിന് കാരണവും. എന്നാൽ ഇമാൻ മാസം തികയാതെ പ്രസവിച്ച മക്കളിൽ മുഹമ്മദിന് മാത്രം ആശുപത്രി വിടാൻ കഴിഞ്ഞില്ല. ജനന സമയം കുഞ്ഞിന് വെറും 1 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരോഗ്യക്കുറവ് മൂലം മുഹമ്മദിനെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ആശുപത്രിയിൽ വിട്ടിട്ടാണ് ഇമാൻ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം ദേർ അൽ ബാലയിലെ ഒരു ഇടുങ്ങിയ സ്കൂൾ മുറിയിലേക്ക് താമസം മാറ്റുന്നത്. നരകത്തിൽ നിന്നുള്ള തന്റെ യാത്ര എന്നാണ് അഭയം തേടി പലായനം ചെയ്യേണ്ടിവന്ന ദുരിതയാത്രയെക്കുറിച്ച് യുവതി ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കുട്ടികൾക്കായി കുറച്ച് വേനൽക്കാല വസ്ത്രങ്ങൾ മാത്രമേ കരുതിയിരുന്നുള്ളൂ. കാരണം യുദ്ധം 1-2 ആഴ്ചയിൽ തന്നെ അവസാനിക്കുമെന്നും അതോടെ തങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാനാവുമെന്നാണ് കണക്കുകൂട്ടിയിരുന്നത്, ഇമാൻ പറയുന്നു. എന്നാൽ ഇനി എന്തെങ്കിലും തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഇവർക്കില്ല. തന്റെ കുടുംബത്തെ പോറ്റാൻ കഴിയാത്തതിനാൽ താൻ തകർന്നിരിക്കുകയാണെന്ന് 33-കാരനായ ഇമാന്റെ ഭർത്താവ് അമ്മാർ പറയുന്നു. എന്നാൽ ഇത് ഇവരുടെ കുടുംബത്തിന്റെ മാത്രം കാര്യമല്ല. 2.4 ദശലക്ഷം ആളുകൾ വസിച്ചിരുന്ന ഗസ മുനമ്പ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നരകതുല്യമായി കഴിഞ്ഞു. UN-ന്റെ കണക്കുകൾ പ്രകാരം 1.9 ദശലക്ഷം പലസ്തീനികളെ പോരാട്ട സമയത്ത് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവരിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം യാത്ര ചെയ്യാൻ കഴിയാത്ത വൃദ്ധരും രോഗികളും എല്ലാമുണ്ട്. ഇവർക്കോരോരുത്തർക്കുമുണ്ട് ജീവനു വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ അതിജീവനത്തിന്റെ കഥ.